നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യ ഹർജിയിൽ ഫെബ്രുവരി 9 വിശദമായ വാദം കേൾക്കും. ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ച് വിജിലൻസ് കോടതിയാണ് വാദം കേൾക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജികളിലാണ് വാദം കേൾക്കുക. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് പങ്കില്ലെന്ന് കാട്ടിയാണ് മുഖ്യ ഹർജി നൽകിയിരിക്കുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി നാളെയാണ് കോടതി പരിഗണിക്കുക. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയും തിരുവിതാംകൂർ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു ED ഓഫീസിൽ ഇന്ന് ഹാജരായിട്ടുണ്ട്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED മുരാരി ബാബുവിന് സമൻസ് നൽകിയിരുന്നു. മുരാരി ബാബുവിന് പിന്നാലെ സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം നേടി പുറത്തുവന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ തുടങ്ങിയവരെയും ED ചോദ്യം ചെയ്തേക്കും. ഇവർക്കും ED സമൻസ് നൽകിയതായാണ് വിവരം. ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന കേസുകളിലാണ് 3 പേർക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനാൽ 3 പേർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. ശബരിമല തന്ത്രി കണ്ഠര് രാജീവര്, കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങി കേസിൽ അറസ്റ്റിലായ 9 പേരും വൈകാതെ ജാമ്യം ലഭിച്ച് പുറത്തുവരാൻ സാധ്യതയുണ്ട്. ഇവർക്കും സമൻസ് നൽകി ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നേരത്തെ SIT കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളും മൊഴിപ്പകർപ്പുകളും കോടതി അനുമതിയോടെ ED ശേഖരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. കവർച്ചയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ പലരെയും തൊടാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം എങ്ങും എത്താതെ വഴിമുട്ടുന്നു. കുറ്റപത്രം വൈകുന്നത് പ്രതികൾക്ക് തുണയാകുന്നുണ്ട് എന്നുള്ള സംശയമാണ് ജനം ഉന്നയിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആക്ഷേപവും ശക്തമാകുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന് തുടക്കത്തിൽ വലിയ കയ്യടി ലഭിച്ചെങ്കിലും 4 മാസം പിന്നിടുമ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഭാഗികമായ കുറ്റപത്രം പോലും നൽകാനാവാതെ അന്വേഷണ സംഘം കുഴങ്ങുമ്പോൾ പ്രതിപട്ടികയിലുള്ളവർ ഒന്നൊന്നായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. കവർച്ചയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ പലരെയും തൊടാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. 5 പേർ കൃത്യമായ സംശയ നിഴലിലാണെന്നും അന്വേഷണ സംഘം ആവർത്തിക്കുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് ആരുടെയോ സമ്മർദ്ദ ഫലമായാണെന്ന് സംശയിക്കപ്പെടുന്നു. ശബരിമലയിലേത് വെറുമൊരു അഴിമതിയല്ല, മറിച്ച് ആസൂത്രിതമായ സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ഈ കേസിനെ കേവലം അഴിമതി കേസാക്കി മാറ്റി വിജിലൻസ് പരിധിയിൽ തളച്ചിടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന വിലയിരുത്തലാണ് നിയമവിദഗ്ധരടക്കം ഉന്നയിക്കുന്നത്. നഷ്ടപ്പെട്ട സ്വർണം പൂർണ്ണമായി കണ്ടെത്താനോ കവർച്ചയിലെ ഓരോ കണ്ണികളെയും പുറത്തു കൊണ്ടുവരാനോ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കേസിലെ പ്രധാന പ്രതികളായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിനോടകം ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞു. VSSCയിലെ പരിശോധനാ ഫലം വൈകുന്നതാണ് കുറ്റപത്രം നൽകാൻ തടസ്സമെന്ന സാങ്കേതിക ന്യായം പറയുമ്പോഴും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അന്വേഷണത്തിന്റെ വേഗത ബോധപൂർവം കുറച്ചതാണെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. സുവർണ വിഗ്രഹങ്ങളിലും ദ്വാരപാലക ശില്പങ്ങളിലും നടന്ന ഈ വലിയ കൊള്ളയിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. EDയും കേസിൽ ഇടപെടുന്നുണ്ട്. ED അന്വേഷണം പ്രതികളെ വീണ്ടും ജയിലിലാക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണക്കൊള്ളയെ കേവലം അഴിമതിയായി ചിത്രീകരിച്ച് വിജിലൻസ് പരിധിയിൽ ഒതുക്കിയതാണ് കേസ് ദുർബലമാകാൻ പ്രധാന കാരണമായതെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണം നീണ്ടുപോകുന്നതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നതായും ആരോപിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം കവർന്ന കേസിൽ ദേവസ്വം ബോർഡിലെ പ്രമുഖർക്കും തന്ത്രിക്കും വരെ പങ്കുണ്ടെന്നിരിക്കെ കുറ്റപത്രം വൈകിപ്പിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നാണ് ആക്ഷേപം. VSSCയിൽ നിന്നുള്ള പരിശോധനാ ഫലം വരാനുണ്ടെന്ന സാങ്കേതിക ന്യായം പറഞ്ഞുകൊണ്ട് അത് സമയം നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ പ്രതികൾക്ക് നിയമപരമായ പഴുതുകൾ ഒരുക്കി കൊടുക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അഴിമതി കേസിനേക്കാൾ ഉപരി ഇതൊരു ക്രിമിനൽ കൊള്ളയാണെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ്. സാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ച് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രമാണെന്ന് സംഘടനകളും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ SIT എത്രയും വേഗത്തിൽ തന്നെ കുറ്റപത്രം
സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള സാധ്യതകളും ഇവിടെ വർദ്ധിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം ഇപ്പോൾ വഴിമുട്ടുമോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വലിയൊരു കൊള്ള, ഒന്നോ അതിലധികമോ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു കൊള്ള ഇവിടെ നമ്മുടെ കൺമുൻപിൽ നടന്നിട്ട് അതിൻ്റെ അന്വേഷണം വെറുമൊരു കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ അത് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള സംശയം വിശ്വാസികൾക്കുമുണ്ട്. കാരണം അത്രയേറെ അതിൽ നിന്ന് കൊള്ളയടിച്ചിട്ട് ആളുകളെല്ലാം തന്നെ പുറത്തേക്ക് അടക്കമുള്ള ഈ ഒരു സ്വർണ്ണക്കൊള്ളയിലെ വലിയ ബന്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. സാധാരണ ഒരു പോറ്റിയായി എത്തി അതിനുശേഷം ഇത്രയും വളരെ ഒരു വിശ്വാസികളെ എല്ലാം തന്നെ പറ്റിച്ചുകൊണ്ട് വലിയൊരു കൊള്ളയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി പല ഉന്നതരെയും സ്വാധീനിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അതിന് ചുക്കാൻ പിടിച്ചവരും മൗനാനുവാദം നൽകിയവരൊക്കെ തന്നെ ഇപ്പോൾ ജയിലിലാണ്. പക്ഷേ അധികം വൈകാതെ ഇത്തരത്തിൽ അന്വേഷണം ഇഴഞ്ഞു പോവുകയാണെങ്കിൽ ഇവരെല്ലാം തന്നെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. സ്വർണ്ണക്കൊള്ള കേവലം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുമ്പോൾ അതിനുടൻ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമോ എന്നുള്ള സംശയമാണ് ജനങ്ങളടക്കം ഉന്നയിക്കുന്നത്.